മാവേലിക്കര പന്തളം റോഡിൽ അപകടങ്ങൾ വർദ്ധിക്കുമ്പോഴും അധികൃതർ നിസ്സംഗതയിൽ. കഴിഞ്ഞ ദിവസവും കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. ഇതിൽ സ്കൂട്ടർ യാത്രക്കാരിയായ വെട്ടിയാർ സ്വദേശിനി മരണമടഞ്ഞു. മാവേലിക്കര പന്തളം റോഡിൽ അപകടങ്ങൾ വർദ്ധിക്കുമ്പോഴും അധികൃതർ നിസ്സംഗത തുടരുകയാണ്. ഏറെ തിരക്കേറിയ റോഡാണ് മാവേലിക്കര പന്തളം റോഡ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ വെട്ടിയാർ സ്വദേശിനി സന്ധ്യ മരണമടഞ്ഞിരുന്നു. ഒപ്പം സഞ്ചരിച്ചിരുന്ന സഹോദരന്റെ മകൾ ഐശ്വര്യയ്ക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അപകടകരമായ കൊടും വളവുകൾ ഉള്ള ഭാഗത്താണ് മിക്കപ്പോഴും അത്യാഹിതങ്ങൾ സംഭവിക്കുന്നത്. വെട്ടിയാർ ഇരടപ്പള്ളിക്കുടത്തിന് വടക്ക് ഭാഗത്താണ് അപകടമുണ്ടായത്. സന്ധ്യ തൽക്ഷണം മരണമടയുകയായിരുന്നു. മാവേലിക്കര പന്തളം റോഡ് കുരുതിക്കളമായിട്ടും വാഹന പരിശോധനകൾ നടത്താനോ ടിപ്പർ, ടോറസ്, സ്വകാര്യ ബസ്സുകൾ എന്നിവയുടെ മത്സരയോട്ടവും അമിത വേഗതയും തടയുവാനോ മോട്ടോർ വാഹന വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. പോലീസും ഇവിടെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ 8 മാസത്തിനിടയിൽ മാവേലിക്കര പന്തളം റോഡിൽ പൊലിഞ്ഞത് 5ഓളം ജീവനുകളാണ്. കഴിഞ്ഞ ദിവസം കൊച്ചാലുമൂട് ജംഗ്ഷന് പടിഞ്ഞാറ് ഭാഗത്ത് അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ്സും ടിപ്പർ ലോറിയും നേർക്കുനേർ കൂട്ടിയിടിച്ച് 16 പേർക്ക് പരിക്കേറ്റിരുന്നു. വാഹനങ്ങളുടെ അമിത വേഗതയും ടിപ്പർ ലോറികളുടെയും മരണപ്പാച്ചിലും തടഞ്ഞില്ല എങ്കിൽ അപകടങ്ങൾ തുടർക്കഥയായി മാറുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. CDNet ന്യൂസ്, മാവേലിക്കര.